ഇന്ന് നമ്മുടെ യാത്ര മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മൂക്കുതല ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ശ്രീ ശങ്കരാചാര്യനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രം നാരായണീയത്തിൻ്റെ രചയിതാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് മോക്ഷം ലഭിച്ച സ്ഥലം, അതിവിശിഷ്ടമായ മുക്കോലക്കല്ല് എന്ന ഒരു കല്ല് പ്രസാദമായി കിട്ടുന്ന ക്ഷേത്രം, പിന്നെ ഏതൊരു മൂഢനെയും ജ്ഞാനിയും പണ്ഡിതനും വാഗ്മിയും ഒക്കെ ആക്കുന്ന ആ ഭഗവതി പരിലസിക്കുന്ന ക്ഷേത്രം. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണിത്. മൂക്കുതല ക്ഷേത്ര സമുച്ചയത്തിൽ പ്രധാനമായും 3 ദേവീക്ഷേത്രങ്ങളാണ് ഉള്ളത്. മേലേക്കാവ്, കീഴേക്കാവ്, പിന്നെ കണ്ണേങ്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രവും. ഒരു നരസിംഹമൂർത്തിയുടെ ക്ഷേത്രവും മഹാദേവൻ്റെ ക്ഷേത്രവും അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ അതീവ സുന്ദരമായ ഒരു ക്ഷേത്രഭൂമിയാണിത്. മേലേക്കാവാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇതാണ് ഒരുപാട് സവിശേഷതകളുള്ള ശ്രീ മൂക്കുതല ഭഗവതി ക്ഷേത്രം. മൂക്കുതല, മുക്കോല എന്നിങ്ങനെ മലയാളത്തിലും മുക്തിസ്ഥല എന്ന് സംസ്കൃതത്തിലും അറിയപ്പെടുന്നു. ആദിശങ്കരാചാര്യർ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ എത്തിയതായും ഒരു ദിവ്യമായ തേജസ് കാണുകയും ചെയ്തിരുന്നു. ആ അത്ഭുത തേജസ് എന്താണെന്നറിയുവാൻ ഭഗവാൻ ശിവനെയും നരസിംഹമൂർത്തിയെയും ഭദ്രകാളിയെയും ധ്യാനിച്ചു. ഈ രൂപങ്ങളെല്ലാം ദർശനം കൊടുത്തിട്ടും ആദ്യം കണ്ട ആ തേജസ്സിന് ഒരല്പം പോലും കുറവ് വന്നില്ല. അത് ആദിപരാശക്തി ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ സ്വാമി ധ്യാനം നിർത്തി അവിടെ അടുത്തായി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇവിടെ ഭഗവതി സ്വയംഭൂവായതിനാൽ അഷ്ടബന്ധ കലശമോ നവീകരണ കലശമോ പതിവില്ല. ഉപദേവന്മാർ, ബലിക്കല്ല് ഒന്നുമില്ല. പുറത്തേക്ക് എഴുന്നള്ളിപ്പില്ല, ഉത്സവമില്ല. എല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്ര പരിസരത്ത് ധാരാളം കാണുന്ന ഒരു വൃക്ഷമാണ് വഴ. ഇതിൻ്റെ ഇല കയ്യിൽ വച്ചാൽ ദേവീമാഹാത്മ്യ ഗ്രന്ഥം കയ്യിൽ വയ്ക്കുന്നതിൻ്റെ ഫലമായാണ് വിശ്വാസം. നിലത്ത് വീണുകിടക്കുന്നതാണ് എടുക്കുക, പറിക്കാറില്ല. യാത്രകൾ പോകുമ്പോഴും കുഞ്ഞുങ്ങളെ അന്തിയൊഴിയുവാനും പഠിക്കുന്ന കുട്ടികൾ പരീക്ഷാ സമയത്ത് കയ്യിൽ വയ്ക്കുവാനുമൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നു. പിന്നെ ശ്രീകോവിലിനകത്ത് ബിംബത്തിന് ചുവട്ടിലായി ഒരു ദ്വാരമുണ്ട്. അവിടെ വിഗ്രഹത്തിൽ നിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ കല്ല് മേൽശാന്തിക്ക് ലഭിക്കുന്നു. ഇതാണ് അതിവിശിഷ്ടമായ മുക്കോലക്കല്ല്. ഇത് സ്വർണമോ വെള്ളിയോ കെട്ടി ഉപയോഗിക്കുന്നത് സർവ്വദോഷ പരിഹാരങ്ങൾക്കും നല്ലതാണ്. ഓരോ ദിവസവും ഒരു കല്ലായതുകൊണ്ട് കുറേ വർഷങ്ങൾക്കേക്കുള്ള ബുക്കിംഗ് ഇതിനോടകം കഴിഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് 35 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ രാത്രിയിൽ സമുദ്രത്തിൻ്റേതായ രൗദ്ര ശബ്ദം കേൾക്കാം. മേലേക്കാവിൽ നിന്ന് കീഴേക്കാവിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ മുക്തി ലഭിച്ച സ്ഥലം കാണാം. ഒരു സ്മാരകമെന്നോണം ഒരു പ്രതിമയുമുണ്ട്. പല ക്ഷേത്രങ്ങളിൽ പോയിട്ടും മുക്തി കിട്ടാതെ ഇരുന്നപ്പോൾ ഗുരുവായൂരപ്പനെ ഭജിക്കുകയും ഈ ക്ഷേത്രത്തിൽ വന്ന് ഭജിക്കുവാൻ പറയുകയും ചെയ്തു. ഇവിടെ വന്ന് ദേവിയെ ഭജിക്കുകയും ചെയ്തു. ദേവിയെ സ്തുതിച്ചുകൊണ്ട് ശ്രീപാദ സപ്തതി എന്ന ഒരു കാവ്യവും ദേവിയുടെ കേശാദിപാദ വർണ്ണനയുള്ള മുക്തിസ്ഥല ഷോഡശ സ്തോത്രം എന്ന ഒരു ലഘു കാവ്യവും രചിക്കുകയുണ്ടായി. ഇവിടെ ആദ്യം കിണർ ഇല്ലായിരുന്നു. പരമഭക്തനായ ഒരു പൂജാരി ഉണ്ടായിരുന്നു. പൂജയ്ക്കാവശ്യമായ വെള്ളം താഴെ നിന്ന് കൊണ്ടുവരുന്നത് കണ്ട് ദേവിയുടെ ഭൂതഗണങ്ങൾ രാത്രിക്ക് രാത്രി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ കാണുന്ന കിണർ. കിണർ ഇപ്പോൾ നടപ്പാതയുടെ മറ്റൊരു സൈഡിലായിട്ടാണ് ഉള്ളത്. എന്നാലും ആ കിണറിൽ നിന്ന് തന്നെയാണ് ഇന്നും അമ്പലത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നടപ്പാതയ്ക്ക് അപ്പുറത്തുള്ള കിണറിൽ നിന്ന് വെള്ളം എടുക്കാറില്ല. മംഗല്യഭാഗ്യത്തിനായി തിരുമുടിമാല കെട്ടുന്നതും വളരെ വിശിഷ്ടമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് 12 വയ്ക്കുക എന്നാണ്. അതായത് 12 പ്രദക്ഷിണം. 12 പ്രദക്ഷിണം എന്നാൽ 7 ചുറ്റിയാൽ ഒരു പ്രദക്ഷിണം, അങ്ങനെ 12. അപ്പോൾ 84 തവണ പ്രദക്ഷിണം. അത് ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന KPS ഉണ്ണിയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഇതുപോലൊരു ക്ഷേത്രം ലോകത്തെങ്ങും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തില്ല. അമ്പലത്തിൻ്റെ ആകൃതി മുതൽ
എല്ലാം വ്യത്യസ്തം. ഇങ്ങനെ ഒരു അമ്പലം വേറെ കാണില്ല. ആ. നമ്മുടെ കേരള അമ്പലങ്ങളൊക്കെ ഇപ്പോൾ കൃത്യമായ അളവുകളായിരിക്കും ആ സാധാരണ. ആ ആ ഇവിടെ അതും കൂടി വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. തോന്നിയിട്ടില്ല. അത് മുതൽ തുടങ്ങി എല്ലാം വ്യത്യസ്തം. ആ പൂജാക്രമങ്ങൾ, ആ ആരാധനാക്രമങ്ങൾ ആ എല്ലാം വ്യത്യസ്തമായ ഒരു ക്ഷേത്രം. ആ ഈ ശങ്കരാചാര്യ സ്വാമികൾ പ്രതിഷ്ഠ ഒരു 10 വയസ്സ് പ്രായം. ആ അദ്ദേഹം അദ്ദേഹത്തിന് ദേശാടനം തുടങ്ങിയ കാലത്ത് ആ അദ്ദേഹം ഒരു നെല്ലിന്തിപ്പുഴ ഒരു കായലിൽ കടന്ന് പത്മപാതനായി കടന്നു വരുമ്പോൾ ആ അദ്ദേഹത്തെ ഒരു ജ്യോതിയിലേക്ക് കൊടുങ്കാട്ടിൽ ജ്യോതിഷിലേക്ക് പിടിച്ചു വലിച്ചു. ആ ആ അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു. എന്താണ് ഇതിൻ്റെ ഇതൊരു ദിവ്യമായ ജ്യോതിഷ ബുദ്ധിയായി ആ അദ്ദേഹം ഇവിടെ വന്നു. ആദ്യം ദുർഗയാണ് വിചാരിച്ചു. ദുർഗയെ ധ്യാനിച്ചു. ദുർഗ പ്രത്യക്ഷപ്പെട്ടു. ദുർഗ ആവാഹിച്ചത് കീഴേക്കാവിൽ പ്രതിഷ്ഠിച്ചു. ജ്യോതിസ് കുറഞ്ഞില്ല. പിന്നെ ഭദ്രകാളി ധ്യാനിച്ചു. ഭദ്ര പ്രത്യക്ഷപ്പെട്ടു. ഭദ്രകാളി ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ചു. ജ്യോതിസ് കുറഞ്ഞില്ല. അത് കഴിഞ്ഞ് ശൈവത്തിൽ ഉഗ്രമായ ഭാവം, ദക്ഷയാഗം കഴിഞ്ഞ് ഭാവത്തിലുള്ള ശിവനെ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷപ്പെട്ടു. ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു. ജ്യോതിസ് കുറഞ്ഞില്ല. അപ്പോൾ അത് വൈഷ്ണവത്തിൽ ഏറ്റവും ഉഗ്രമായ ഭാവം നരസിംഹമൂർത്തിയെ ധ്യാനിച്ചു. നരസിംഹം പ്രത്യക്ഷപ്പെട്ടു. ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു. ജ്യോതിസ് കുറഞ്ഞില്ല. രണ്ടും ശൈവ വൈഷ്ണവ സംയുക്തം ശാസ്താവിനെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെട്ടു. അവർ പ്രതിഷ്ഠിച്ചു. എന്നിട്ടും ജ്യോതിസ് കുറഞ്ഞില്ല. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ജ്യോതിസ് കണ്ട പാറയുടെ ഒരറ്റത്തായിട്ട് തപസ്സിരിക്കുകയാണ്. അതൊരു രുദ്രാക്ഷശിലയാണ്. അവിടെ തപസ്സിരിക്കുമ്പോൾ ഒരു വൃശ്ചികത്തിലെ കാർത്തികയ്ക്ക് എന്നാണ് പറയുന്നത്. താങ്കൾ ആരെയാണോ പ്രതീക്ഷിക്കുന്നത് ആ ചൈതന്യം തൻ്റെ പിൻഭാഗത്തുണ്ട് എന്ന് ആചാര്യസ്വാമിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ എന്തു വേണം ശങ്കരാചാര്യ ഇവിടെ വരുന്നവർക്കൊക്കെ വിദ്യയും കലയും കൊടുക്കാൻ പറയും. ആവശ്യമുള്ളവർക്ക് സന്തതി സമ്പത്ത് ഭക്തന്റെ അഭീഷ്ടം നടത്തി കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വരട്ടെ എന്ന് അനുഗ്രഹിച്ചു. അതോടുകൂടി ജ്യോതിസ് കാണാനില്ലാതെ ആ ജ്യോതിസ് കണ്ട സ്ഥലമാണ് ഇന്നത്തെ ശ്രീകോവിൽ. ശ്രീകോവിൽ തുറന്നിട്ടാണ് മഴയും വെയിലും കൊണ്ടിട്ട് ഭഗവതി ഇരിക്കണം. അമ്പലത്തിന് ചുമരുകളില്ല. അതായത് അവിടുന്ന് പുറപ്പെടുന്ന എനർജി നമുക്കൊരിക്കലും തടസ്സം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ലോകത്ത് താന്ത്രികമായ പൂജയുള്ളിടത്ത് പുണ്യാഹം വേണ്ടാത്തൊരു ക്ഷേത്രമേ ലോകത്തുള്ളൂ. ഇവിടെ പുണ്യാഹം വേണ്ട. ഇവിടെ പുണ്യാഹം വേണ്ട. എന്നെ ആർക്കും അശുദ്ധാക്കാൻ പറ്റില്ല എന്നാണ്. യാതൊരുവിധ കലശവും വേണ്ട. അതായത് നവീകരണ കലശം, ശുദ്ധി കലശങ്ങൾ അതൊന്നും ആവശ്യമില്ല. അവിടുന്ന് പുറപ്പെടുന്ന ശക്തിക്ക് ഒരിക്കലും കുറവ് വരില്ല. പൂജ 3 പൂജയുണ്ട്. മണികൊട്ടി പൂജ പാടില്ല. മണികൊട്ട തന്ത്രിക്ക് മാത്രമേ മണികൊട്ടി പൂജ. അത് അണിമംഗലാണ് തന്ത്രം. അദ്ദേഹത്തിന് ആരോ പണ്ടൊരു കാരണവർക്ക് ചെവിയിൽ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തിട്ട് ഭഗവതി എന്നാണ് എങ്ങനെ പൂജിക്കണം. അവരുടെ പൂജ ക്രമ വ്യത്യാസം. അവർക്ക് മാത്രമേ അടച്ചു പൂജയില്ല. അടച്ചു പൂജയില്ല, പൊട്ടില്ല, പൂരല്ല, എഴുന്നള്ളിപ്പില്ല. ഭഗവതി ആവാഹിച്ചാൽ കിട്ടില്ല. അങ്ങനെ അവിടെ മാത്രം. ഇവിടെ കീഴേക്കാവിലെ ഒരു ടിപ്പിക്കൽ കേരള ക്ഷേത്രം. അതിന്റെ കൊടിമര ഒഴുകി ബാക്കി എല്ലാ അംഗങ്ങളും ഉള്ള ഒരു ക്ഷേത്രം. കാർത്യായനി ഭഗവതിയാണ്. ദുർഗ ആയിട്ടാണ് പൂജ. ഉപദേവന്മാരുണ്ട്. ഗണപതി, ദക്ഷിണാമൂർത്തി സങ്കല്പം, സുബ്രഹ്മണ്യസ്വാമി, അയ്യപ്പസ്വാമി ഒക്കെ ഉപദേവന്മാരോട് കൂടി വലിയ ബലിക്കല്ലുകൾ സ്വപരിവാര പ്രതിഷ്ഠ തന്നെയാണ് അവിടെ. ഇവിടെ വലിക്കല്ലില്ല, അഗ്നിക്ക് തൂവ്, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഒരു അത്ഭുതം നടക്കണം എങ്ങനെ വെച്ചാൽ ഒരമ്പലത്തിൽ നടക്കാത്തൊരു കഥ. ഏത് നിവേദ്യം അകത്ത് എഴുന്നള്ളിച്ചാൽ അതിൽ നിന്നൊരു വിഹിതം എടുത്ത് മറ്റു ദൂരെ ഇരിക്കുന്ന കണ്ണേങ്കാവിലേക്ക് നിവേദിക്കും. അതായത് ലോകത്ത് എവിടെ ഇല്ലാത്തവരാണ്. ഒരു അമ്പലത്തിലേക്ക് ഒരു നിവേദ്യം എഴുന്നള്ളിച്ചാൽ ആ ശ്രീലകത്തുനിന്ന് കുറച്ച് നേദ്യെടുത്ത് ഒരു ഓടത്തിലാക്കി തൃപ്പടിയിൽ വെച്ച് ദൂരെയുള്ള കണ്ണേങ്കാവിൽ ഭദ്രയ്ക്ക്, അതായത് പണ്ട് കണ്ണേങ്കാവിൽ ഭദ്രകാളി ഇവിടെയാണ് കുടിവെച്ചിരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ എന്തോ ചില പ്രയാസങ്ങളെ കൊണ്ട് ഭഗവതി പറഞ്ഞിട്ട് 3 അടി നീ അങ്ങോട്ട് മാറിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ചോദിച്ചു ആരാ എനിക്ക് നേദ്യം തരികയാണ് അവിടെ പോയിരുന്നാൽ. അപ്പോൾ ഇവിടെ നേദിക്കുന്നുണ്ടെങ്കിൽ അവിടെ കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് നിവേദ്യങ്ങൾ അകത്തേക്ക് എഴുന്നള്ളിച്ചാലും ശരി അതിന്ന് കുറച്ചെടുത്ത് പുറത്തേക്ക് വെച്ച് നേദിക്കാതെ. കാരണം ശ്രീലകത്തുനിന്ന് പുറത്തേക്ക് വെച്ചാൽ എന്താവും, നിർമ്മാല്യമാവും. അകത്ത് വെച്ചിട്ട് ഒരാൾക്ക് നേദിക്കാനും പറ്റില്ല. അപ്പോൾ തൃപ്പടിയിൽ വെച്ച് ഇവിടുന്ന് എല്ലാ നിവേദ്യങ്ങളും കണ്ണേങ്കാവിലേക്ക് നേദിക്കുക. അങ്ങനെ ഒരു അവിടെ നേദ്യം വലിയ മഹാക്ഷേത്രമായി മാറി. അന്ന് ആ കാലത്തില്ലായിരുന്നു നടത്തും. അപ്പോൾ ഇവിടെ തൃപ്പടിയിൽ വെച്ച് എല്ലാ നിത്യങ്ങളും ഇപ്പോഴും അവിടെ നേദിച്ചില്ലെങ്കിൽ ശരി ഇവിടുന്ന് നേദിച്ചിരിക്കും. എല്ലാം വ്യത്യസ്തം. പ്രദക്ഷിണാണ് പ്രധാന വഴിപാട്. 7 ചുറ്റിയാലും ഒരു പ്രദക്ഷിണമാണ്. അങ്ങനെ 12, 17, 84 പ്രദക്ഷിണാണ് ഏറ്റവും വലിയ വഴിപാട്. അങ്ങനെ അത് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കൊക്കെ അതാണ് വഴിപാട്. അതാണ്. പിന്നെ ഈ വഴ എന്ന് പറഞ്ഞൊരു മരം അത്യപൂർവമാണ്. ഈ സമുദ്രനിരപ്പൊന്ന് 10,000 അടി ഉയരത്തെ വളരുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഈ മതിലകത്ത് മാത്രമേ ഉള്ളൂ. വേറെ എവിടെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. വേറെ എവിടെയും ഇത് കണ്ടുപിടിക്കും. ഇതിന്റെ കൊഴിഞ്ഞ ഇലയാണ് ഒരു പ്രസാദമായിട്ട് കൊണ്ടുപോകും ആൾക്കാരൊക്കെ. ഇത് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ പുസ്തകത്തിൽ വെക്കും. ഞങ്ങളൊക്കെ യാത്രയ്ക്ക് പോകാൻ പോക്കറ്റ് വെക്കാനാണ് ചെറിയ ഇലയൊക്കെ എടുത്ത്
എന്നും മണ്ണ് എടുക്കുവോ ഇവിടുന്ന്? ഞാൻ ഇന്നും എടുക്കില്ല, എൻ്റെ സ്ഥിരം പോക്കറ്റുണ്ട്. ആ ആ അപ്പോൾ വേണ്ടവർക്ക് എല്ലാവർക്കും കൊണ്ടുപോകാറുണ്ട്. ആ. ബോധ ദേവി മഹാത്മ്യം കയ്യിൽ വെക്കുന്ന ഒരു അത്ര ഒരു ദേവീമഹാത്മ്യ ഗ്രന്ഥത്തിനൊക്കെ പവറാണ് ഈ പവറാണ്. സാധനം അത് ഞാൻ കൊണ്ടുവരുന്നത്. വായിച്ചിട്ടുണ്ട്. അത്ര ശക്തിയാണ് ആ ആ ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ വരുന്നവരൊക്കെ പ്രസാദമായിട്ട് പ്രദക്ഷിണം വഴിപാടും ആ ഈ ഇല ഇതും ആ. പ്രസാദവുമായ ഒരു ക്ഷേത്രം ഉണ്ടാവുള്ളൂ, ഇത് മുക്കോല ക്ഷേത്രം. ആ. ഇവിടെ ഈ മധുരകത്തിന് ആയിരക്കണക്കിന് മരങ്ങൾ, ഈ വലിയ കാണുന്ന മരങ്ങളൊക്കെ അതാണ്. ആ. വലിയ കൂറ്റാൻ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബൊട്ടാനിക്കൽ എന്താ വെച്ചാൽ 62 തരം ആയുർവേദ മരുന്നുകൾ അടക്കം ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഓ. ഒരു 19 തരം പക്ഷികൾ സീസണലാണ് പലപ്പോഴും ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആ ഇവിടെ പാമ്പ് കടിക്കില്ല, ഇവിടെ പാമ്പ് കടിച്ചാൽ വിഷമില്ലാന്ന്. ഇവിടെ എവിടെ പാമ്പിനെ കണ്ടാലും ഇവിടെ കൊണ്ടുവന്നുകൂടാം, ഒരു പ്രയാസമില്ലാതെ കൊണ്ടുപോകാം, ആർക്ക് പെർമിഷൻ മേടിക്കണ്ട. അങ്ങനെ അപ്പോൾ ലോകത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രമില്ല. വെറുതെ തൊഴുന്നവർ പോലും പണ്ഡിതന്മാരായി മാറുന്ന ക്ഷേത്രം. അങ്ങനെ ഗുരുവായൂരപ്പന്റെ നിയോഗപ്രകാരം മേൽപ്പത്തൂർ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയത്, അദ്ദേഹത്തിന് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തത് ആ ക്ഷേത്രമാണിത്. അതായത് പൂന്താനത്തിനെ കവിയാക്കി മാറ്റിയത് മുക്കോല ഭഗവതിയാണ്. പൂന്താനം ഓത്തില്ലാത്ത നമ്പൂരിയായിരുന്നു അദ്ദേഹം. ഈ ഗുരുവായൂർക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇതുവഴിയാ വരിക. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം കവിയായത്. ജ്ഞാനപ്പാനം എഴുതിയിട്ട് മേൽപ്പത്തൂരിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കറക്ഷന് വേണ്ടി കാണിച്ചു കൊടുത്തു. അപ്പോൾ മലയാളത്തിലാണ്ട് ഉച്ചിച്ച് തള്ളിയതാണ്. അപ്പോൾ ഒരു ദിവസം മേൽപ്പത്തൂർ ചോദിച്ചു, ഗുരുവായൂരപ്പൻ എന്താണ് എനിക്ക് മുക്തി തരാത്തത്? എനിക്ക് തരാൻ പറ്റില്ല. അവിടെ മൂക്കോല ഭഗവതി പോയി ഭജിച്ചു, ഭഗവതി കൊടുത്ത വിദ്യ എന്തോ കുറച്ചു കണ്ടു, അതുകൊണ്ട് അവിടെ പോയി ഭജിക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ വന്ന് ശ്രീപാദ സപ്തതി 70 ശ്ലോകങ്ങൾ ഭഗവതിയുടെ പാദങ്ങളെക്കുറിച്ച് മാത്രം എഴുതി ഇവിടെ സമർപ്പിച്ച് ഇവിടെ ഒരു ദിവസം കിഴക്കാൽ വാരസദ്യ കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വെച്ചൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ ഇവിടെ വെച്ചവർ ആൾമാരായിരുന്നു. അദ്ദേഹം വയ്യ എന്ന് പറഞ്ഞിരുന്നതാണ്. ജീവിതത്തിൽ ആദ്യമായി വയ്യ എന്നുള്ള 2 അക്ഷരം മേൽപ്പത്തൂർ പുറപ്പെടുവിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ തീർച്ചയായും ഇപ്പോൾ കൊണ്ടുപോകാം. അങ്ങനെ പുഷ്പവിമാനം ഇവിടെ വന്നിറങ്ങി. അത് ഒരു കാട്ടിലേക്ക് എത്ര മരങ്ങളില്ലാത്തൊരു സ്ഥലമുണ്ട് അതിൻ്റെ അറ്റത്തായിട്ട്. അവിടെ പുഷ്പവിമാനം അദ്ദേഹത്തെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അതാണ് മുക്തിസ്ഥല. അദ്ദേഹം എഴുതിയ ഇതിന്റെ എല്ലാ ശ്ലോകത്തിന്റെ ഏതാണ്ട് അവസാനം മുക്തിസ്ഥലസ്ഥേ ശിവേ എന്ന് പറഞ്ഞാണ് അവസാനിക്കുക. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രം ഇവിടെ നിന്ന് വരാൻ തൊഴാനും മഹാഭാഗ്യവാൻ മാത്രമേ നടക്കൂ. ബിംബം ഉറപ്പിച്ചിട്ടില്ല. ഒരു രൂപമില്ലാത്ത ശിലയെന്നാണ് ഈ ആചാര്യസ്വാമി ജ്യോതിസ് കണ്ടത്. ആ ജ്യോതിസ് കണ്ട ഒരു കല്ല്, അങ്ങനെ രൂപമില്ലാത്ത നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് ആചാര്യസ്വാമിനെ ഒരു സിംഹവാഹിനി കരിങ്കല്ലിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ആ ബിംബത്തിന് ആ പാറണ വിളിക്കുന്ന ചാരി വെച്ചു. ആ ബിംബം ഇവിടെ പ്രതിഷ്ഠിച്ചില്ല. പ്രതിഷ്ഠ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് ഫിക്സ്ഡ്. വെറുതെ അങ്ങനെ ചാരി വെച്ചിട്ടുള്ളൂ. ആ പീഠം ശരിക്കും ഒരു എക്സ്ട്രാപറ്റിക് ഒരു പീഠത്തിനുള്ളിൽ ഇറക്കി വെച്ചിരിക്കുക. ഈ പീഠത്തിന്റെ ഉള്ളില് ബിംബത്തിന്റെയും പീഠത്തിന്റെ ഇടയിലായിട്ട് ഇത്ര വട്ടത്തിലൊരു കുഴിയുണ്ട്, ഒരു ഇത്ര ആഴത്തിലൊരു കുഴി. ഈ അഭിഷേകം ചെയ്ത തീർത്ഥവലിക്ക് ഇറങ്ങും. എല്ലാ ദിവസവും രാവിലെ അഭിഷേകം കഴിഞ്ഞാൽ തീർത്ഥവലിക്ക് ഇറങ്ങും. അപ്പോൾ തലേ ദിവസം നമ്മൾ ഇവിടുന്ന് ലിസ്റ്റ് കൊടുക്കും, ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആർക്കാണ് നാളെ മൂക്കോലക്കല്ല്, രാവിലെ അഭിഷേകം കഴിഞ്ഞാൽ ആ പലക നീക്കിയാൽ അതിൽ നിന്ന് ഒരു കല്ല് ഒരെണ്ണേ കിട്ടുള്ളൂ. അപ്പം അത് കാരണം നമുക്ക് മുൻകൂട്ടി ഡേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന സീറ്റ് അങ്ങനെ ഒന്ന് കിട്ടും. അതൊരു മഹാവിശേഷമായ സംഭവം. കൊടുക്കാറുണ്ട്. 2028 വരെ നമുക്ക് കാണാൻ സാധിക്കും. ആരുടെയെങ്കിലും കൈവശമുള്ളത് എൻ്റെ കുറ്റി പൊട്ടിയിരിക്കുക. ആശാകേന്ദ്രമാണ് ഇവിടെ. പ്രമേഹ രോഗികൾക്കുള്ള ആശാകേന്ദ്രം ഉള്ളൂരിൻ്റെ എഴുതിയിട്ടുണ്ട്. പണ്ട് മഹാകവി ഉള്ളൂരിന് അതിശക്തമായ പ്രമേഹ രോഗം വന്നു. അപ്പൊ അതിന് എന്താണ് മാർഗം എന്ന് അദ്ദേഹം നോക്കി, ചികിത്സിച്ചിട്ടൊന്നും മാറിയില്ല. ആരോ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു മൂക്കോല പോയി ഭജിക്കാൻ. അങ്ങനെ പ്രശ്നവിധി പ്രകാരം മേൽപ്പത്തൂർ ഇവിടെ വന്ന്, ഉള്ളൂർ ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് ഭജിച്ച് ഇവിടുത്തെ തീർത്ഥം സേവിച്ചിട്ടാണ് എൻ്റെ പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ആ ശ്ലോകം ഞാൻ പറഞ്ഞു. ഊരുമേഹം ആണ് ഈ പ്രമേഹത്തിന് സംസ്കൃത പദം. ഊരുമേഹ അതിനെന്ത് ചെയ്യണം? മൂക്കോലെ പോയി ഭജിക്കാനാ പറയുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ഭജിച്ച് ഇവിടെ പ്രദക്ഷിണം വെച്ചിട്ടാണ് എൻ്റെ പ്രമേഹം കൺട്രോളായത് ഉള്ളൂരിന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അത്യപൂർവമായ ഒരു ക്ഷേത്രം. ഇങ്ങനെ ഒരു ക്ഷേത്രം ലോകത്തിലില്ല.